റാന്നിയിലും പരിസര പ്രദേശങ്ങളിലും മാസങ്ങളായി കുടിവെള്ളക്ഷാമം അനുഭവിച്ചു വരികയാണ്. ചൂടിൻ്റെ കാഠിന്യം വർദ്ധിച്ചതോടെ പമ്പയിലെ ജലനിരപ്പും താഴ്ന്നു തുടങ്ങി. ജലവിതരണ പമ്പ് ഹൗസിലെ മോട്ടോറുകൾ വേണ്ടവിധം പ്രവർത്തനയോഗ്യമല്ല. മിക്ക ദിവസങ്ങളിലും പ്രവർത്തനരഹിതമാണ്. ഇതുമൂലം പ്രദേശത്തിൻ്റെ പല ഭാഗങ്ങളിലും കുടിവെള്ളം ലഭിക്കാറുമില്ല. മോട്ടോർ പ്രവർത്തിച്ചു തുടങ്ങിയാൽ റോഡിൻ്റെ പല ഭാഗങ്ങളിലും പൈപ്പുകൾ പൊട്ടി റോഡിലൂടെ ജലം ഒലിച്ചു പോവുകയാണ് പതിവ്. മാസങ്ങളായി റാന്നി വലിയ പാലത്തോട് ചേർന്നുള്ള പൈപ്പുകൾ പൊട്ടി ശുദ്ധജലം പാഴായി പോവുകയാണ്. പലതവണ വാട്ടർ അതോറിറ്റിയെ സമീപിച്ച് പരാതികൾ പറഞ്ഞിട്ടും പലവിധ ഒഴിവുതിരിവുകളാണ് അവർക്ക് മറുപടിയായി പറയാനുള്ളത്. പത്തനംതിട്ട ജില്ലയിൽ റാന്നി താലൂക്കിൽ റാന്നി വലിയ പാലത്തോട് ചേർന്ന് ചില ദിവസങ്ങളായിട്ട് ഈ റോഡിൽ കൂടെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലീക്കായിട്ട് വെള്ളം ഇങ്ങനെ റോഡിൽ കൂടെ സൈഡിൽ കൂടെ ഒഴുകുകയാണ്. കടകളുടെ എല്ലാം മുന്നിൽ കൂടെ വെള്ളം ഒഴുകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ റാന്നി ടൗണിനെ സംബന്ധിച്ച് ഇവിടെ എത്രയോ ഉദ്യോഗസ്ഥർ ഇതിൻ്റെ അടുത്തുകൂടെ ഈ വാട്ടർ ലീക്കേജ് കണ്ടുകൊണ്ട് എത്രയോ ഉദ്യോഗസ്ഥന്മാർ കടന്നു പോകുന്ന ഒരു മെയിൻ വഴിയാണിത്. ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടും ഇതിനൊരു നടപടി എടുക്കേണ്ട ഉദ്യോഗസ്ഥന്മാർ ഇന്ന് നമ്മുടെ നാട്ടിലെ സാഹചര്യം എന്ന് പറയുന്നത് നമുക്കറിയാം, കൊടും വരൾച്ചയാണ്. പ്രത്യേകിച്ചും മലയോര മേഖലകളിലുള്ള പാവപ്പെട്ട ആളുകൾ അന്നന്ന് അന്നം തേടി കൂലിപ്പണി ചെയ്ത് നിത്യനിവൃത്തി കഴിയുന്ന ആളുകൾ അവർ കുടിവെള്ളത്തിന് വേണ്ടി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ പൈസ കൊടുത്ത് ടാങ്കർ കണക്കിന് വെള്ളം വില കൊടുത്ത് വാങ്ങുന്ന ഒരു സാഹചര്യത്തിൽ ഇത്രയും കുടിവെള്ളത്തിന് ക്ഷാമം അനുഭവിക്കുന്ന ഈ സമയത്ത് നമ്മുടെ ഈ റാന്നിയിൽ മാത്രമല്ല, നമ്മുടെ ഈ പരിസരങ്ങളിൽ മാത്രം നമ്മൾ നോക്കിയാൽ നിരവധി സ്ഥലങ്ങളിൽ ഇതേപോലെ ഇതിനേക്കാൾ കൂടുതലായി വെള്ളം റോഡിൽ കൂടെ പാഴായി പോകുന്ന ഒരു സാഹചര്യം നമുക്ക് കാണുവാൻ സാധിക്കും. പാവപ്പെട്ട ആളുകളുടെ ഈ കഷ്ടതകൾ കാണുവാൻ അവർക്കൊരു ദിവസം അവരുടെ നിത്യോപയോഗത്തിന് വേണ്ടിയുള്ള കുടിവെള്ളം അവർ കാശ് കൊടുത്ത് വാങ്ങുമ്പോൾ അവരുടെ കണ്ണുനീര് കാണുവാൻ ഇവിടുത്തെ ഒരു ഭരണ സംവിധാനങ്ങൾക്കോ ആർക്കും തന്നെ സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു കാര്യമാണ്. ഈ പ്രദേശങ്ങളിൽ നമ്മൾക്കറിയാം എത്രയോ കുടിവെള്ള ടാങ്കറുകൾ ഇതുവഴി കുടിവെള്ളമെന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഇവിടുന്നും വെള്ളം എടുത്തുകൊണ്ട് കൊണ്ടുപോയി വീടുകളിൽ പാവപ്പെട്ട ആളുകൾക്ക് കുടിക്കുന്നതിന് വേണ്ടി അമിത വില കൊടുത്ത് അത് വാങ്ങി ഉപയോഗിക്കുന്ന ആളുകൾ ഒരു കാര്യം അവർക്കറിയില്ല, ഈ കൊണ്ടുവരുന്ന വെള്ളം കുടിവെള്ള യോഗ്യമാണോ എന്നുള്ളത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. കഴിഞ്ഞ 2 മാസം മുമ്പ് വടശ്ശേരിക്കര പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ഞാനൊരു വിവരാവകാശം കൊടുത്തു. നമ്മൾക്കറിയാം വടശ്ശേരിക്കര പമ്പ് ഹൗസിലേക്ക് അടിച്ചു കയറ്റുന്ന വെള്ളം പമ്പയാറ്റിൽ നിന്നുള്ള വെള്ളമാണ്. ആ വെള്ളം നിങ്ങൾ ഇതിൻ്റെ ഗുണനിലവാരം പരിശോധിക്കാറുണ്ടോ എന്ന് വിവരാവകാശം ചോദിച്ചതിൻ്റെ മറുപടി ഞങ്ങൾ പരിശോധിക്കാറില്ല എന്ന് എനിക്ക് തന്ന ഒരു വിവരാവകാശ മറുപടി. എന്നാൽ ചിറ്റാർ എന്ന് പറയുന്ന സ്ഥലത്ത് അവർ തന്ന വിവരാവകാശ മറുപടിയിൽ അവർ യഥാസമയം അതിൻ്റെ ഗുണനിലവാരം പരിശോധിക്കുന്നുണ്ട് എന്നാണ് അവർ മറുപടി തന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് റാന്നിയെ സംബന്ധിച്ച് നമ്മൾ വിവരാവകാശം കൊടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് ഞങ്ങൾ ഡീസാലിനേഷൻ പ്ലാന്റ് വെച്ചിട്ടുണ്ട്, അത് ശുദ്ധീകരിച്ച വെള്ളമാണ്, അത് കുടിവെള്ള യോഗ്യമാണെന്ന് ഒരു മറുപടി നമ്മൾക്ക് തരും. എന്നാൽ വടശ്ശേരിക്കരയെ സംബന്ധിച്ച് അവർ ആ വെള്ളം പരിശോധിക്കുന്നില്ല എന്നാണ് അവർ നമ്മൾക്ക് മറുപടി തന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പാവപ്പെട്ട ആളുകളുടെ വീട്ടിലേക്ക് വരുന്ന ടാപ്പുകളിൽ കൂടെ വരുന്ന ആ വെള്ളം ആ ടാപ്പിന് മുമ്പായിട്ടൊരു മീറ്റർ വെച്ചിട്ടുണ്ട്. ഒരു ദിവസം ഈ വെള്ളത്തിൻ്റെ ആ എമൗണ്ട് പൈസ അവിടെ വാട്ടർ അതോറിറ്റിയിൽ അടച്ചില്ല എങ്കിൽ അതിൻ്റെ ആ കണക്ഷൻ വിച്ഛേദിക്കുന്ന ഒരു സാഹചര്യം നമ്മൾക്കറിയാം. പാവപ്പെട്ട ആളുകൾ അവർ കൂലിപ്പണി ചെയ്ത് അന്നന്ന് നിർത്തിവരുത്തി കഴിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ കൃത്യസമയത്ത് അവർക്ക് ആ വെള്ളത്തിൻ്റെ പൈസ റീഡിങ് അടയ്ക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. അവർക്ക് ഒരു ദിവസം പോലും അവർ സമയം കൊടുക്കാറില്ല. എന്നാൽ എത്രയോ ദിവസങ്ങൾ അവർ പൈസ കൊടുക്കുന്ന ആ ടാപ്പിൽ കൂടെ വെള്ളം വരാത്ത ഒരു സാഹചര്യമുണ്ടെന്നുള്ളത് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ മറന്നു പോകരുത്. ഈ അനാസ്ഥയ്ക്കെതിരെ തീർച്ചയായിട്ടും പൊതുജനങ്ങൾ പ്രതികരിക്കുക. ഈ നാടിനെ സംബന്ധിച്ച് കൊടും വരൾച്ചയിലായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ കുടിവെള്ളം പാഴായിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥലത്ത് അടിയന്തരമായി ഇതിന് പരിഹാരം കാണണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത്രയും കുടിവെള്ളക്ഷാമം അനുഭവിക്കുമ്പോഴും അധികൃതർ ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്തി ജലക്ഷാമം നിയന്ത്രിക്കാൻ കഴിയണം. സിറ്റി ന്യൂസ്, റാന്നി.